നീറ്റ് 2024 ബന്ധപ്പെട്ട കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇന്ന് വാദം കേട്ടു. കേസ് തൽക്കാലത്തേക്ക് ജൂലൈ 18 തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. എന്നാൽ ഈ അവസരത്തിൽ ചില പ്രധാനപ്പെട്ട വസ്തുതകൾ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഇന്നലെ NTA സുപ്രീം കോടതിയിൽ ഒരു സത്യവാങ്മൂലം സമർപ്പിക്കുകയുണ്ടായി. ആ സത്യവാങ്മൂലത്തിൽ രാജ്യത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതിൽ രാജ്യത്തെ നീറ്റ് എക്സാമിന് ആദ്യ 1000 റാങ്കിനുള്ളിൽ വന്ന വിദ്യാർത്ഥികൾ ഏതൊക്കെ നഗരങ്ങളിലാണ് എക്സാം എഴുതിയത് എന്ന് പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ 3-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് കേരളത്തിലെ കോട്ടയം നഗരമാണ്. കോട്ടയം നഗരത്തിലേക്ക് ആ 3-ാം സ്ഥാനം എത്തിക്കുന്നതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് പാലാ ബുള്ളറ്റ് സ്റ്റഡി സെന്ററും എൻ്റെ മലയാളി സമൂഹവും. കാരണം കോട്ടയം ജില്ലയിലാണ് പാലാ ബുള്ളറ്റ് സ്റ്റഡി സെന്റർ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പഠിച്ച് പരിശീലനം നേടിയ വിദ്യാർത്ഥികൾ കോട്ടയം നഗരത്തിലെ വിവിധ സ്കൂളുകളിലായാണ് നീറ്റ് എക്സാമുകൾ എഴുതിയത്. അതിൽ 25 വിദ്യാർത്ഥികൾ ആദ്യ 1000 റാങ്കിലും ഓൾ ഇന്ത്യ തലത്തിൽ എത്തിയെന്നത് ബുള്ളറ്റിനും മലയാളി സമൂഹത്തിനും അഭിമാനം നൽകുന്ന വസ്തുതയാണ്. അങ്ങനെ NTA നൽകിയ സത്യവാങ്മൂലത്തില് കോട്ടയം പട്ടണവും ഇടം പിടിച്ചിരിക്കുകയാണ്. ഈ അവസരത്തില് ഇത് പല ദൃശ്യമാധ്യമങ്ങളിലും വാർത്തയായി വന്നിട്ടുണ്ട്. ആ വാർത്ത നമുക്കൊന്ന് കാണാം. നീറ്റ് UG പരീക്ഷയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് നോക്കാം. ഇന്നിപ്പോൾ സുപ്രീം കോടതി ആ കേസ് പരിഗണിക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയാണ് സർക്കാരിൻ്റെ സത്യവാങ്മൂലത്തിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് കിട്ടുന്നത്. വലിയ ഈ പറയുന്ന തരത്തിലുള്ള വ്യാപകമായിട്ടുള്ള ക്രമക്കേടൊന്നും നടന്നിട്ടില്ല എന്നാണ് സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. വിശദാംശങ്ങൾ ബിജേഷ് പുതുമന നൽകും ഡൽഹിയിൽ നിന്ന്. ബിജേഷ്, ഗുഡ് മോർണിംഗ്. കോടതി തന്നെ 2-3 ഉപാധികൾ വെച്ചിരുന്നു. പരീക്ഷ റദ്ദാക്കണമെങ്കിൽ അത് ഏറ്റവും അവസാനത്തെ വഴിയായിരിക്കുമെന്ന് പറഞ്ഞു. ഈ പരീക്ഷയുടെ പവിത്രത നഷ്ടപ്പെട്ടാൽ എന്നാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്ന്. അപ്പോൾ സർക്കാർ നൽകുന്ന റിപ്പോർട്ട് വളരെ പ്രധാനമാണല്ലോ. പരീക്ഷയുടെ പവിത്രത നഷ്ടപ്പെട്ടുവെങ്കിൽ പുനഃപരീക്ഷ വേണ്ടിവരും എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പറഞ്ഞത്. ഇതേ തുടർന്നാണ് പരീക്ഷയുടെ മുഴുവൻ വിശദാംശങ്ങളും ഉൾപ്പെടുത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാരിനോടും NTA നിർദ്ദേശിച്ചത്. ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ക്രമക്കേട് നടന്നതിന് ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട ബീഹാറിൽ പാട്നയിൽ ഉയർന്ന മാർക്ക് നേടിയവരുടെ എണ്ണം വളരെ കുറവാണ്. മറ്റൊന്ന്, ഈ ചോദ്യപേപ്പർ ചോർന്നു എന്ന് ടെലിഗ്രാമിലൂടെ വീഡിയോകൾ പ്രചരിച്ചിരുന്നു. ഈ വീഡിയോകൾ വ്യാജമാണ്. ഇത് മദ്രാസ് IIT നടത്തിയ അന്വേഷണത്തിൽ ഇത് വളരെ വ്യക്തമായിട്ടുണ്ട്. ചോർച്ച നടന്നതായി ഉള്ള പ്രചാരണങ്ങൾ വ്യാജമാണ്. മറ്റൊന്ന്, ഈ ഉയർന്ന മാർക്ക് ലഭിച്ചവർ കൂടുതലുള്ളത് സിക്കാർ, കോട്ടയം തുടങ്ങിയ മേഖലകളിലാണ്. ഇവിടങ്ങളിൽ കൂടുതൽ പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. അതുകൊണ്ടായിരിക്കാം അവിടെ ഉള്ളവർക്ക് കൂടുതൽ മാർക്ക് അല്ലെങ്കിൽ കൂടുതൽ ഉയർന്ന മാർക്ക് ലഭിച്ചത്. ഇത്തരം കാര്യങ്ങളാണ് കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ NTA നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ വാർത്താ സമ്മേളനം കേട്ടു. ഇതിൽ നിന്നും മനസ്സിലാകുന്നത് കോട്ടയം പട്ടണത്തിലേക്ക് രാജ്യത്തെ ആദ്യ 1000 റാങ്കുകളിൽ 25 വിദ്യാർത്ഥികൾ എത്തിയത് ബുള്ളറ്റ് സ്റ്റഡി സെന്ററും അതിന്റെ പരിശീലനവും മൂലമാണ്. ഇതുകൂടാതെ കേരളത്തിലെമ്പാടുമായി നീറ്റ് എക്സാം എഴുതിയ 68 വിദ്യാർത്ഥികളാണ് ആദ്യ 1000 റാങ്കുകളിൽ ഇടം പിടിച്ചിരിക്കുന്നതെന്നും മലയാളിയെ സംബന്ധിച്ചും ബുള്ളറ്റ് സ്റ്റഡി സെന്ററിനെ സംബന്ധിച്ചും അഭിമാനിക്കാവുന്ന അവസ്ഥയാണ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാലാ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.